കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും സമാനമായ സാഹചര്യമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതായത് വിഷു എന്ന് പറഞ്ഞാൽ സദ്യയാണ്. വിഷുവിന് സദ്യ ഒരുക്കാൻ പക്ഷേ ഗ്യാസ് ഇല്ല എന്നൊരു പ്രതിസന്ധിയാണ് അവിടെയുള്ളത്. കാറ്ററിംഗ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പാചകവാതകത്തിന് പകരം വിറകിലേക്ക് മാറിയപ്പോൾ ചില സ്ഥാപനങ്ങൾ അതിൻ്റെ നേരിടുന്ന പ്രശ്നങ്ങളുമുണ്ട്. നമ്മളോടൊപ്പം അർച്ചന കൂടി ചേരുകയാണ്. അർച്ചന, വിഷു എന്ന് പറയുമ്പോൾ സദ്യയാണ്. പ്രത്യേകിച്ചും കൊച്ചി പോലെയുള്ള ഇടങ്ങളിൽ ഈ വിഷുക്കാലത്ത് കേറ്ററിംഗ് മേഖലയ്ക്ക് വളരെ സജീവമായി ഇടപെടുവാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഈ യുദ്ധ സാഹചര്യം അവരെ പിറകോട്ടടിക്കുന്നു. അതല്ലേ അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? വിഷു ആഘോഷിക്കുമ്പോൾ ഈ വിഷുക്കാലത്തും ഗ്യാസ് ഇല്ലാണ്ടാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമ്മൾ നേരിടുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് വൈറ്റിലയിലെ കാറ്ററിംഗ് ഒരു സ്ഥാപനത്തിലാണ്. അവിടെയും സമാനമായ രീതിയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇത്തരത്തിൽ സദ്യ വെട്ടിക്കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇവിടുത്തെ അടുക്കളയിൽ രാവിലെ തന്നെ നമുക്ക് ഈ സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഈ കാറ്ററിംഗ് മേഖലയാണ്. ആ മേഖലയാണ് ഈ ഗ്യാസ് ഇല്ലാതായതോടുകൂടി വലിയ പ്രതിസന്ധിയിൽ നേരിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വിഭവങ്ങളും വെട്ടിക്കുറച്ചിരിക്കുന്നു, മാത്രമല്ല ഓർഡറുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും. ഇത് വെറും കാറ്ററിംഗ് മേഖലയുടെ മാത്രം പ്രതിസന്ധിയല്ല, ഹോട്ടൽ മേഖലകളെല്ലാം തന്നെ ഇവിടെ പൂർണ്ണമായും അടച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ സദ്യക്കുള്ള ഓരോ വിഭവങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പായസം തിളയ്ക്കുന്നത് കാണുന്നുണ്ട്, അപ്പുറത്ത് സാമ്പാറിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ഇങ്ങനെ രാവിലെ തന്നെ, അതായത് പുലർച്ചെ മുതൽ ഈ ജോലിയിലാണ് ഏർപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒന്നും ഗ്യാസ് ഇല്ല എന്നതാണ് ഏറ്റവും പ്രതിസന്ധി. ഇപ്പോൾ അടുപ്പ് കൂട്ടി പലരും അത്തരം രീതികൾ നോക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ വിറകിനും വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. മാത്രമല്ല നല്ല ചൂടാണ്. അടുക്കളയിൽ ഈ ചൂട് സഹിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ പുകയും ഈ ചൂടും എല്ലാം കൂടി ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അങ്ങനെ വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പായസം തിളയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചേട്ടാ, എത്രത്തോളം പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഗ്യാസ് ഇല്ലാതായത്? നമ്മൾ ഈ പ്രാവശ്യം ഓർഡറുകളൊന്നും അങ്ങനെ പൂർണ്ണമായും ഒന്നും പിടിക്കുന്നില്ല. നമ്മളിവിടെ ഈ വിഷു സമയം എന്നുള്ള സമയത്തൊക്കെ അത്രയും വലിയ നമ്മുടെ ഉരുളിനകത്ത് 1000 ലിറ്ററോളം പായസം ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം ചെറുതിൽ ഒതുക്കുകയാണ്. നന്നായി വെട്ടിക്കുറച്ചു. വിഷുവിൻ്റെ ഓർഡറുകൾ നന്നായി വെട്ടി വിഷുവിൻ്റെ ഓർഡറുകൾ വളരെയധികം വെട്ടിക്കുറച്ചു. വിഭവങ്ങളൊക്കെ കുറഞ്ഞു. എല്ലാ വിഭവങ്ങളും കുറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം വിഷുവിനൊക്കെ സദ്യ കൊടുക്കുന്നതാണ്. അതൊന്നും ഈ പ്രാവശ്യം ഇല്ല. ഇവിടെ 1000 പേരുടെ അത്രയും സദ്യ പോകുന്നതാണ് ഓരോ കിറ്റുകളായിട്ട്. ഇപ്പം അതൊന്നും ഈ പ്രാവശ്യം ചെയ്യുന്നില്ല. എല്ലാവർക്കും വളരെ പ്രശ്നമാണ്. സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഉറപ്പായി ഇപ്പോൾ ആൾക്കാരെല്ലാവരും വിഷുവിനൊക്കെ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ പാക്കിങ് കാര്യങ്ങളെല്ലാം ഉള്ളൂ. അതൊന്നും നടക്കുന്നില്ല. സൗകര്യങ്ങളുണ്ടോ? ഇപ്പം എല്ലാം ചെയ്യുന്നത് വിറകടുപ്പിലാണ്. ഇതെല്ലാം വിറകടുപ്പിൻ്റെ കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. വിറകിനും വില കൂടി, അതിൻ്റെ പ്രശ്നം വേറെയാണ്. വില കൂടിയോ? സദ്യയുടെ വില കൂടിയിട്ടില്ല. നമ്മളങ്ങനെ ഗ്യാസിൻ്റെ വില കൂടി എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ വില അങ്ങനെ കൂട്ടുന്നത് ശരിയല്ലല്ലോ. ആ റേറ്റിൽ തന്നെ ചെയ്യുന്നു. ഭയങ്കര പ്രശ്നമാണ്. ഓർഡറുകൾ ഒരുപാട് വന്നിട്ടുണ്ടോ? ഓർഡറുകളൊന്നും എടുക്കുന്നില്ല. ഒരു ഓർഡറും എടുക്കുന്നില്ല. നമുക്ക് ചെയ്യാനുള്ള അതിനുള്ള ഗ്യാസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എടുക്കുന്നില്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ആരും ഓർഡറുകളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് സിന്ധൂരി അവസ്ഥ. വളരെ ദയനീയമാണ്. കാരണം കേന്ദ്ര സർക്കാർ പറയുന്നു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഗ്യാസിൻ്റെ പ്രതിസന്ധിയൊക്കെ പരിഹരിച്ചു എന്ന്. പക്ഷേ അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അടുപ്പില്ലെങ്കിൽ ഇവിടെ സദ്യയില്ല എന്നൊരവസ്ഥയിലേക്ക് കൊച്ചി മാറിയിട്ടുണ്ട്. എന്തായാലും ഇത് കേവലം ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ അവസ്ഥയല്ല. കൊച്ചിയിലെ ഭൂരിഭാഗം കാറ്ററിങ്ങിൻ്റെയും അവസ്ഥ ഇതാണ്. കാരണം അത്രത്തോളം ഓർഡറുകൾ ഈ വിഷുക്കാലത്ത് ലഭിക്കുന്നതാണ്. അതെല്ലാം തന്നെ വെട്ടിക്കുറച്ച്, വിഭവങ്ങൾ വെട്ടിക്കുറച്ച് അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്നാൽ സദ്യക്ക് വില കൂട്ടിയിട്ടുമില്ല. എല്ലാ വിഭവങ്ങളോടുകൂടി തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ സദ്യ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഹോട്ടലുകളിലും സമാനമായ അവസ്ഥയാണ്. വലിയ രീതിയിൽ ഈ ഹോട്ടലുകൾ അടച്ചിടുന്നു, ഒപ്പം സാധനങ്ങൾക്ക് വില കൂടുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുകയാണ് ഈ വിഷുക്കാലത്ത് മലയാളികൾ. എന്തായാലും ഇനി വിറകടുപ്പ് മാത്രമാണ് രക്ഷ. ഫ്ലാറ്റുകളിലും ഇതേ അവസ്ഥയാണ്. കാരണം അവിടെയൊന്നും ഈ അടുപ്പ് സൗകര്യങ്ങളില്ല. ഗ്യാസ് ആണെങ്കിൽ ഈ വീടുകളിലും കിട്ടാൻ താമസമാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ കൂടി ഈ ഫ്ലാറ്റിലുള്ളവർക്കുണ്ട്. അതേസമയം കാറ്ററിംഗ് സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവരും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുകയാണ്. സിന്ധുവരെ. അതെ അർച്ചന പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ച് ഇതൊരു ഒറ്റപ്പെട്ട കാഴ്ചയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാം കൊച്ചിയിൽ ഈ ആ ഒരു തിരക്കേറിയ ജീവിതത്തിനിടയിലെ കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ. അവരാണ് ഇപ്പോൾ ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി കാരണം ആകെ വലഞ്ഞിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അർച്ചന നമ്മളോട് പങ്കുവച്ചതുപോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട കാഴ്ചയല്ല. കൊച്ചിയിലെ മിക്ക കേറ്ററിംഗ് സ്ഥാപനങ്ങളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഈ വിഷുക്കാലം
വിഷുക്കാലത്തെ അല്പം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും യുദ്ധം എന്ന് പറയുന്നത് അങ്ങ് എവിടെയോ നടക്കുന്ന ഒന്നല്ല. ഇവിടെ നമ്മുടെ അടുക്കളയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവില്ല.